സോ ഹലോ ഗൈസ്, ശ്രീ ഹിയർ. വാവ്, ഗുഡ് മോർണിംഗ്. നല്ല വേണം. അതേപോലെ തന്നെ ഗൈസ്, നമ്മുടെ അഹമ്മദാബാദിലെ പ്ലെയിൻ ഇൻസിഡൻ്റ് ഒക്കെ വെരി ബാഡ്. ലൈഫൊക്കെ അത്രേ ഉള്ളൂ. ഒരു പ്ലെയിൻ വന്ന് ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. അതേപോലെ ഭയങ്കര മഴ നടക്കുക. ബി സേഫ്. കേരളത്തിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൈസ് ഇതിനെ പറ്റിയാണ്. ദിസ് ഇസ് ദി മോട്ടോ റേസർ 60. ആക്ച്വലി എനിക്കിത് അത്യാവശ്യം നല്ലോണം ടെസ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുകൊണ്ട് പ്രോപ്പർലി എൻ്റെ മെയിൻ സിം ഇതിനകത്തായിരുന്നു. കുറേ നാൾ കൊണ്ട് നടന്നു. വൈ ഫോൾഡബിൾ എന്നായിരുന്നു എനിക്ക് എപ്പോഴുള്ള ചോദ്യം. എനിക്ക് ഫോൾഡബിളിൻ്റെ ഫിലോസഫി മനസ്സിലായില്ല. എൻ്റെ ചേട്ടനൊരു ഫ്ലിപ്പ് 6 ഉണ്ട്. ഞാൻ എപ്പോഴും നോക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് എക്സ്ട്രാ കെയർ കൊടുക്കണം, അതേപോലെ എക്സ്ട്രാ എഫേർട്ട് ഇടണം ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ. ഡ്യൂറബിലിറ്റിയിലൊക്കെ ചില എന്താ പറയുക വിട്ടുവീഴ്ചകൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. പക്ഷേ നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇത് ഇച്ചിരി എൻ്റെ പേഴ്സണൽ വേസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ വൈ ഫോൾഡബിൾ എന്നുള്ളൊരു ഫിലോസഫി യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പക്കയായിട്ട് എനിക്ക് ഫോൺ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. 5-6 മണിക്കൂറൊക്കെ എനിക്ക് സ്ക്രീൻ ഓൺ ആയി കിട്ടുന്നത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ, ഒരു ബ്ലാക്ക്ബെറിയുടെ ക്ലാസിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൺ മേടിക്കണം. ബേസിക് മെസ്സേജസ്, കോളിംഗ്, മെയിൽസ് നടക്കണം. അപ്പോഴാണ് കറക്റ്റ് എൻ്റെ ഈ മോട്ടോ റേസർ 60 കൈ കിട്ടിയപ്പം എനിക്ക് തോന്നി ഈ ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ടല്ലോ, ദിസ് ഇസ് ആക്ച്വലി റിയലി നൈസ്. ഈ ഒരു ഡിസ്പ്ലേ ആണ് ഭയങ്കര നൈസാണ്. ഫ്രണ്ടിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രാക്റ്റഡ് ഫീലും ഇല്ല. ഈ ഒരു ഡിസ്പ്ലേ ആണ് ഗൈസ് വാട്ട് ഐ തിങ്ക് ഒരു ഫോൾഡബിൾ ആക്കുന്നത്. ആൻഡ് ആദ്യം തന്നെ എനിക്ക് ഡിസൈനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്, പക്ഷേ നോട്ട് വെരി പ്രീമിയം. ഓഫ് കോഴ്സ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്പ് 6 വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി വില ഇതിനകത്തുള്ളൂ. അത് വേറൊരു കാര്യം. ആ വിലയ്ക്ക് നോക്കുമ്പം ഡിസൈൻ അത്യാവശ്യം നല്ല. അതിനകത്ത് IP48 റേറ്റിംഗ് ഉണ്ട്. 190 ഗ്രാംസിനകത്താണ് വരുന്നത്. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ എ ഫോൾഡബിൾ. പിന്നെ പറയുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിം, സ്റ്റീൽ ഹിഞ്ചൊക്കെയാണ്. നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് തുറക്കാൻ. ഇറ്റ്സ് എ വെരി സോളിഡ് ലുക്കിംഗ് ഫോൺ. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു സാറ്റിസ്ഫാക്ടറി സൗണ്ടൊക്കെ ഉണ്ട്. എന്തായാലും ഡിസൈൻ വൈസ് എനിക്ക് ഒരുപാട് കുറ്റമൊന്നും പറയുന്നില്ല. വെൽ ബാലൻസ്ഡ്. ഒരു ഫോൾഡബിളിനെ സംബന്ധിച്ച് വെയിറ്റ് ബാലൻസ് ചെയ്യണം. അവർ നല്ലോണം എഞ്ചിനീയർ ചെയ്യണം. അതിന് വെയിറ്റ് ബാലൻസ് ഒക്കെ പ്രോപ്പറാണ്. നല്ല ഡ്യൂറബിൾ ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളും ഒക്കെ നല്ല ഗ്രേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മോട്ടോ വൈൽഡ് ക്ലെയിംസ് ഒക്കെ പറയണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അതിന് ഡിസൈനകത്ത് ഒരു കാര്യം എടുത്ത് പറയാനുള്ള ക്രീസസ് നല്ലോണം അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ക്രീസസ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നേ ഇല്ല ഒരിക്കലും. സാംസങ് ഫ്ലിപ്പ് 6-നെക്കാട്ടിയും ബെറ്റർ ക്രീസ് ഇതിന് മാനേജ്ഡ് ആയിട്ട് തോന്നി. ഇനി ബോഡിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യില്ല. നല്ല കളറാണ്, വെരി യൂസർ ഫ്രണ്ട്ലി, ഐ റിയലി ലൈക്ക് ഇറ്റ്. പക്ഷേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡിസ്പ്ലേ. എൻ്റെ പൊന്നോ, അടിപൊളി ഡിസ്പ്ലേ. അടിപൊളി ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് ടോപ്പ് ഓഫ് ലൈൻ ഡിസ്പ്ലേ. ഈ ഫോണിനകത്ത് ത്രൂ ഔട്ട് എനിക്ക് ഒന്ന് ചെറിയ കേക്ക് എന്ന് പറയുന്നതിന് പ്രൈസിങ്ങാണ്. 50,000 ഫോർ എ ഫോൾഡബിൾ അറ്റ് ദിസ് പ്രൈസ് റേഞ്ച്. ഒരുപാട് സാക്രിഫൈസ് ഒന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞുതരാം. അത് നല്ലതാണ്. ഡിസ്പ്ലേ ഒരു സീനും ഇല്ല. LTPO ആണ് മെയിൻ ഡിസ്പ്ലേ. ഐം ടോക്കിംഗ് അബൌട്ട് വലിയ മെയിൻ ഡിസ്പ്ലേ. LTPO, അതേപോലെ തന്നെ എന്താ പറയുക HDR10+, 1 ബില്യൺ പ്ലസ് കളേഴ്സ്, 3000 പീക്ക് ബ്രൈറ്റ്നസ്, 120 ഹെർട്സ്. എല്ലാ രീതിയിലും സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിലും കളേഴ്സ് വെച്ച് നോക്കുവാണെങ്കിലും എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. നമുക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ ഒഴുകി പോണ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് കിട്ടും. അതിനൂടെ മോട്ടോയുടെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് അവരുടെ ഡിസ്പ്ലേ എന്താ പറയുക എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി. അതിന് ഈ ഫ്രണ്ടിലുള്ള ചെറിയ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിലും ഗൈസ് ദിസ് ഇസ് റിയലി ഗുഡ് ഓഫ് എ ചെറിയ ഡിസ്പ്ലേ. അങ്ങനെ പറയാൻ കാരണം ഇതിനകത്ത് 90 ഹെർട്സ് ഉണ്ട്. ഇതിനകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആയി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഉപയോഗിച്ചിരിക്കുന്നത്. HDR10+, 1700 നിറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലുള്ള ഇതിൻ്റെ ഇത്രയും ആവശ്യമില്ലെങ്കിലും ഹാപ്പി ദാറ്റ് അവർ അത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പിന്നെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടോ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേനെ കുറിച്ച് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം സത്യത്തിൽ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് കാലണ്ടറിൻ്റെ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിലും കോൾ ലോഗ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമ്മൾ എന്താ പറയണ പ്രൊഡക്ടിവിറ്റിക്ക് ഇച്ചിരി വലിയൊരു സ്ക്രീൻ വേണമെങ്കിൽ ജിമെയിലൊക്കെ ഓപ്പൺ ചെയ്ത് എനിക്ക് വലിയ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം മെയിലൊക്കെ വായിക്കണമെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലത്തെ കൂൾ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഐ റിയലി എൻജോയ് ദ ഡിസ്പ്ലേ. ബോത്ത് ഡിസ്പ്ലേസ് ആർ റിയലി ഗുഡ്. ശ്രീ ഹിയർ ഗൈസ്, രാത്രി 3 മണിയായിട്ടുണ്ട്, തലപോകുന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അതേപോലെ ഗൈസ് മോട്ടോ റേസർ അതുപോലത്തെ ഫോൾഡബിളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ട്രാൻഡ്രത്തുള്ളവരാണെങ്കിൽ നേരെ ട്വിൻസ് മൊബൈൽസ് പട്ടത്തോട്ട് വിട്ടോ. അവിടെ സാധനം ഉണ്ട്, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഡിസ്പ്ലേസിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടുന്ന ആ സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ
മോട്ടോ ഡു ദെയർ സ്പീക്കേഴ്സ്. മോട്ടോയ്ക്ക് സ്പീക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാം, ഹാപ്റ്റിക്സ് ഉണ്ടാക്കാൻ അറിയാം. ഹാപ്റ്റിക്സ് ആർ റിയലി ഗുഡ്. 50,000 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഹാപ്റ്റിക്സുകളൊന്നും മോട്ടോയുടെ തന്നെ. സ്പീക്കേഴ്സും ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ സിസ്റ്റമാണ്. ഒരു ഫോൾഡബിളിനെ സംബന്ധിച്ച് ഐ തിങ്ക് ഏറ്റവും അടിപൊളി, ഫ്ലിപ്പ് ഫോണിനെ സംബന്ധിച്ച് ഏറ്റവും അടിപൊളി സ്പീക്കേഴ്സിനകത്ത് ഒന്നാണ്. ആ കാര്യങ്ങളെല്ലാം സെറ്റ്. ഇനി ഗൈസ്, മോട്ടോ ഇതിനകത്ത് കോസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത് എവിടെയെന്ന് പറയാം. സി ഓഫ് കോഴ്സ് 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ഡിസ്പ്ലേ, ഏറ്റവും അടിപൊളി ഡിസൈൻ, നല്ല ബാറ്ററി ലൈഫ് ഒന്നും തരാനൊന്നും പോകും, എവിടേക്കൊക്കെ ഒരു കോസ്റ്റ് കട്ട് ചെയ്യും. അവർ കോസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് ഡിമെൻസിറ്റി 7400X എന്ന് പറഞ്ഞ ചിപ്പ്. ആ ചിപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് കട്ട് ചെയ്യുക. കാരണം ഒരിക്കലും ഒരു ഫ്ലിപ്പ് ഫോൺ എടുക്കുന്ന ആളിൽ പെർഫോമൻസ് നോക്കിയെടുക്കാൻ ഞാൻ പറയത്തില്ല. കാരണം ദ ബേസിക് ഐഡിയ ഓഫ് ബൈയിങ് ഫ്ലിപ്പ് ഫോൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് വലിയൊരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഫ്രണ്ടിൽ സ്ക്രീൻ ഉണ്ട്. അതേസമയം നിങ്ങൾക്ക് ഒരു ഫോണിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ്. അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി അണ്ടർ പവേർഡ് ആയുള്ള ചിപ്സെറ്റ് കുഴപ്പമില്ല. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് അല്ല കിട്ടുന്നത്, പക്ഷേ ഇതിൻ്റെ ചിപ്സെറ്റ് കേപ്പബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ എല്ലാം GPU ഒക്കെ മാലിയുടെ G615 MC2 എന്ന് പറഞ്ഞ GPU ഒക്കെ കേപ്പബിൾ ആണ്. ഗെയിം കളിക്കാനൊക്കെ ഞാൻ നോക്കി, എനിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. UFS 2.2 സ്റ്റോറേജ് ആണ്, പക്ഷേ മോട്ടോ അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണ്. അതേപോലെ തന്നെ 8GB 12GB റാമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഫോൾഡബിളിന് വേണ്ട പെർഫോമൻസ് ഇതിനകത്തുണ്ട് ഗൈസ്. എനിക്കറിയത്തില്ല ഇനിയും പെർഫോമൻസ് കൂടുതൽ ഞാൻ ഒരു ഫോൾഡബിളിൽ നിന്ന് പ്രതീക്ഷിക്കുമെന്ന് വെച്ചാൽ പ്രോബബ്ലി നോ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ ഫോൺ വാങ്ങിക്കാൻ പോകുന്നവർക്ക് ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മൈ സജഷൻ ടു സാംസങ്ങോ ബാക്കിയുള്ള കമ്പനിയൊക്കെ ഫോൾഡബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റ് ജനറേഷനിലെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉപയോഗിച്ച് ആ പ്രൈസും കൂടെ കട്ട് ചെയ്യും. കാരണം എനിക്ക് ഉറപ്പാണ് ഒരു ഫോൾഡബിൾ എടുക്കാൻ പോകുന്ന ഒരാൾ ഒരു പവർ യൂസറോ പവർ ഹംഗ്രി യൂസറോ ആയിരിക്കത്തില്ല. 110%. എൻ്റെ തേർമൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫോൺ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. ഐ എം നോട്ട് ഗോയിങ് ടു ലൈക്ക്, ഫോൺ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. എസ്പെഷ്യലി ഫോൾഡബിളിനെ സംബന്ധിച്ച് മിക്ക ഫോൾഡബിൾസ് ചൂടാവുന്നൊരു ഫോണാണ്. പക്ഷേ ഭയങ്കര അനോയിങ് ആയുള്ളൊരു ചൂടൊന്നും ആവുന്നില്ല. ചൂടാവുന്നുണ്ട്, ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ചൂടിൻ്റെ കാറ്റഗറിയിൽ എബോ എന്താ പറയുക, ടോളറേറ്റബിൾ അല്ല എന്ന് വെച്ചാൽ ഒരുപാട് വെറുപ്പിക്കാത്ത രീതിയിൽ ആവുന്നൊന്നുമില്ല, പക്ഷെ നല്ല ചൂടാവുന്നുണ്ട്. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ബാറ്ററി ലൈഫ് 4500 mAh ഫോർ എ ഫോൾഡബിൾ. ദേ ഹാവ് ഡൺ എ ഗുഡ് ഡീൽ എന്നേ എനിക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡിമെൻസിറ്റിയുടെ 7400X എന്ന് പറഞ്ഞാൽ 4nm ചിപ്സെറ്റ് ആണ്. 3nm അല്ല, 4nm. പക്ഷെ അത്യാവശ്യം നല്ല പവർ ഹംഗ്രി ഒന്നും അല്ലാത്തൊരു ചിപ്സെറ്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു മിനിമൽ യൂസേജിന് ഉറപ്പായിട്ട് 1 day കിട്ടുന്നുണ്ട്. എനിക്കിപ്പം മോർ ദാൻ 1 day ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കുഴപ്പമില്ലാത്ത ലൈഫ് കിട്ടും. പക്ഷേ സ്റ്റേ ബാക്ക് അത്യാവശ്യം ശോകമാണ് കേട്ടോ. അതെല്ലാ ഫ്ലിപ്പിനുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ പവർ ചെയ്യുന്നുണ്ട്. 1 day ഫോണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 5.5 hours ഒക്കെ സ്ക്രീൻ ഉണ്ടെങ്കിൽ കിട്ടും. അല്ല നിങ്ങൾക്ക് ഒരുപാടൊന്നും കിട്ടത്തില്ല, പ്രതീക്ഷിക്കേണ്ട. അത് കീപ്പ് ഇൻ മൈൻഡ്. സോ ബാറ്ററി ലൈഫ് ഐ എം വെരി ഹാപ്പി. 30 watt വയർഡ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും എനിക്ക് എടുത്ത് പറയേണ്ട സാധനം എന്ന് വെച്ചാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ക്യാമറാസ് ഗൈസ്. ഹൗ ഈസ് ദ ക്യാമറ, അല്ല ഹൗ ആർ ദ ക്യാമറാസ് എന്ന് ചോദിച്ചാൽ ക്യാമറ സിസ്റ്റം ആസ് സച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 50,000 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സിസ്റ്റം ഒരു കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു വലിയ സാക്രിഫൈസസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഷൂട്ടർ ആണെങ്കിലും സെക്കൻഡറി ഷൂട്ടറൊക്കെ ആണെങ്കിലും ഐ എൻജോയ് ദാറ്റ്. അത് സത്യസന്ധമായി പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈഡ് ആംഗിൾ ഒന്നും ഭയങ്കര ഓവർലി ഡിജിറ്റലി ലുക്കൊന്നും ഇല്ലാത്തൊരു വൈഡ് ആംഗിളാണ്. പക്ഷേ അനീതിങ്സിൻ്റെ ആണൊക്കെയുള്ള ക്രിയേറ്റേഴ്സ് കാശ് മേടിച്ചിട്ട് ക്യാമറയെ കുറിച്ച് പൊക്കി പറയുന്ന റിവ്യൂ ഉണ്ട്. അത് പുള്ളിയുടെ ആഡാണ്. ഓൾമോസ്റ്റ് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അത്രയും എക്സെപ്ഷണലി വെല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 50,000 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ സിസ്റ്റവും എല്ലാം ഉണ്ട്. ഇതിനകത്ത് പാൻറ്റോൺ വാലിഡേറ്റഡ് കളേഴ്സ്. എനിക്കത് സത്യം പറഞ്ഞാൽ ആക്യുറേറ്റ് സ്കിൻ ടോൺ ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം അവർ കറക്റ്റ് റെഡിഷ് ആക്കുന്ന സ്കിൻ ടോൺ. നമ്മുടെ മലയാളികളുടെ സ്കിൻ ടോൺ ചിലപ്പോൾ എനിക്ക് റെഡിഷ് ആക്കുന്നതിനാണ് തോന്നിയിട്ട്. പക്ഷേ ഓൾ അറൗണ്ട് പച്ചകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്യുറേറ്റ് ആണ്. നല്ല HDR കിട്ടുന്നുണ്ട്. ഫോട്ടോസൊക്കെ ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആണ്. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നോട്ട് ദി ബെസ്റ്റ് വീഡിയോ ക്യാമറ, പക്ഷേ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോ ക്യാമറ. വൈഡ് ആംഗിളിൽ വീഡിയോസും കാര്യങ്ങളും കുഴപ്പമില്ല. ഫോട്ടോസ് ഐ എൻജോയ്. ലോ ലൈനിലാണെങ്കിലും വലിയ സീനൊന്നുമില്ല. മോട്ടോയുടെ പ്രോസസ്സിങ് ഇസ് ഗെറ്റിംഗ് റിയലി ബെറ്റർ ആൻഡ് ബെറ്റർ. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. ഫോർ എ ഫോൾഡബിൾ ഈ പ്രൈസിന് നല്ല ക്യാമറ. പക്ഷേ ഈ പ്രൈസിന് ബെസ്റ്റ് ക്യാമറ ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ സാധാരണ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ക്യാമറ എന്ന് ചോദിച്ചാൽ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ സിസ്റ്റം കേട്ടോ. മോട്ടോ ഭയങ്കരമായിട്ട് ചീപ്പോടൊന്നും ചെയ്തിട്ടില്ല. വെരി യൂസബിൾ, അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ള
ഗുഡ് ക്യാമറ സിസ്റ്റം ഫോർ ഷുവർ. വീഡിയോസിനാണെങ്കിലും ഫോട്ടോസിനാണെങ്കിലും, വീഡിയോസിനാണെങ്കിൽ ടിപ്പിക്കൽ മോട്ടോറാണെങ്കിൽ ചെറിയ ഡിജിറ്റലി പ്രോസസ്ഡ് ലുക്ക് ഉണ്ട്. ഇനി ലാസ്റ്റ് സെഗ്മെന്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോഫ്റ്റ്വെയർ പീപ്പിൾ. ഹൗ ഈസ് ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആൻഡ് ഇവിടെ എനിക്ക് മോട്ടോനെ അപ്രീസിയേറ്റ് ചെയ്യാനുള്ള അവർ മോട്ടോ റേസറിന് വേണ്ടി ഒരുപാട് അവരുടെ കസ്റ്റം UI ഒരുപാട് ട്വീക്കിംഗ് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് 1-2 ആഴ്ച ഒരു മോട്ടോ റേസർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവർ കൊണ്ടുവന്ന ഗസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർ കൊണ്ടുവന്ന അനിമേഷൻസും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് റിയലി വാലിഡ്. മോട്ടോയുടെ അവരുടെ മറ്റേ കസ്റ്റം UI-ൻ്റെ ഒക്കെ സാധനമുള്ള മോട്ടോ എന്ന് പറഞ്ഞ് അതിനകത്ത് അവർ ഫ്രണ്ട് പേജ് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ റേസർ ടിപ്സ് എന്ന് പറഞ്ഞ് റേസറിന് തന്നെ ഈ സാധനങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇതിനകത്തെല്ലാം നമ്മൾ എന്താ പറയുക പഠിച്ചു വന്ന് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ കസ്റ്റമൈസബിലിറ്റിയും ഫീച്ചേഴ്സും ഒക്കെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു OS ആണ്. പക്ഷേ മോട്ടോയുടെ ഏറ്റവും വലിയ ഡൗൺ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അവർ അപ്ഡേറ്റ്സിൻ്റെ ടൈമിങ്ങും അത്ര റിഫൈൻഡ് അപ്ഡേറ്റ്സ് ആയിരിക്കില്ല തരുന്നത്. പക്ഷേ ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. കഴിഞ്ഞതിന് 2 കൊല്ലത്തിനെക്കാട്ടിയും വേ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് വരുന്നു. പക്ഷേ എന്നാലും നോട്ട് ദ ബെസ്റ്റ് റിലയബിൾ സോഫ്റ്റ്വെയർ അല്ല എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒന്നും വേറെ എനിക്ക് ഭയങ്കര സീനൊന്നുമില്ല. എനിക്ക് എവിടേക്കോ തോന്നി ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അവർക്ക് ഇറക്കായിരുന്നു ഒന്ന് സോഫ്റ്റ്വെയർ. മേ ബി ഐ എം റോങ്, മേ ബി ഐ എം റൈറ്റ്. സോഫ്റ്റ്വെയറിനകത്ത് എനിക്ക് ഇങ്ങനെ പറയുള്ളൂ, നല്ല ക്ലീൻ ആൻഡ്രോയിഡിൻ്റെ ഒരു സ്കിൻ, അതിൻ്റെ മുകളിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ വെറുപ്പിക്കാനൊന്നും വരത്തില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ. 3 years ഓഫ് OS അപ്ഡേറ്റ് അതിനകത്ത് നമുക്ക് കൺഫേം ചെയ്തിട്ടുള്ള 4 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. സോ സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും എനിക്ക് ചെക്കാണ് പറയാനുള്ളത്. ഞാൻ 7 കൊല്ലമൊന്നും ഒരു ഫോൺ ഉപയോഗിക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നത്. 3 കൊല്ലമൊക്കെയാണ് സോഫ്റ്റ്വെയറിന് അത്യാവശ്യം നല്ല. അത് അമ്മമാർ സമയത്തിന് തന്ന സന്തോഷം. സോ ഹൗ ഈസ് ദ ഫോൺ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. 50,000 രൂപ, ദാറ്റ് ഈസ് ദി എക്സാക്ട് പ്രൈസിങ് ഓഫ് ദിസ് ഫോൺ. 50,000 രൂപയ്ക്ക് ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ഫോൾഡബിൾ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റ് മാറ്റി വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാരണം സൂപ്പർബ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്, അത്യാവശ്യം നല്ല സ്പീക്കർ സിസ്റ്റം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ലെറ്റ് ഡൗൺ ആണെങ്കിലും അത് ഈ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനത്തെ അവർ ഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഈ പിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അതിനുപരി 50,000 രൂപയ്ക്ക് നിങ്ങൾ ഈ ടെക് മിനിമലിസം അപ്രോച്ചൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കണം. അതിനൊരു ഫോൺ വേണം, സെക്കൻഡറി ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അത് പ്രൈമറി ആക്കണമെന്നൊക്കെ എൻ്റെ കണക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഗൈസ് ട്രൈ ഫ്ലിപ്പ് ഫോൺസ്. ഫ്ലിപ്പ് ഫോൺസ് നിങ്ങളുടെ ആ ഒരു അഡിക്ഷനെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എനിക്കൊരു 100% കൺവിക്ഷൻ ഉണ്ട്. കാരണം എനിക്ക് തോന്നിയത് ഇപ്പോഴായിരിക്കും ഒരു യൂസബിൾ പ്രോഡക്റ്റ്. കാരണം ഈ ഒരു മെയിൻ സ്ക്രീനിൽ എൻ്റെ എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും അങ്ങനെ ഒരു ഷിഫ്റ്റ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. ആൻഡ് അണ്ടർ 50K മോട്ടോ ഇസ് കുക്കിംഗ് ഗൈസ്. അണ്ടർ 50Kക്ക് നല്ലൊരു ഫോൾഡബിൾ ആയിട്ടാണ് മോട്ടോ വന്നിട്ടുള്ളത്. പണ്ടൊക്കെ ഈ ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. 50,000 രൂപയ്ക്ക് ഫോൾഡബിൾ അല്ല ഫ്ലിപ്പ് ഫോൺ ഇറക്കുമ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് സാധനങ്ങൾ ടു ദ ഹിഞ്ച് ടു എവറിത്തിങ്, എല്ലാ മെക്കാനിസവും നല്ലതാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫോൾഡബിൾ അല്ല ഫ്ലിപ്പ് ഫോൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബഡ്ജറ്റ് 50,000 രൂപയ്ക്കാണ്, നിങ്ങൾ വാങ്ങിക്കാം. പക്ഷേ ഇങ്ങനെ എടുത്തോ, നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് ഒരു ഫ്ലിപ്പ് ഫോൺ വേണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ഫോൺ മതിയെങ്കിൽ ഒരിക്കലും ഇത് മേടിക്കില്ല കേട്ടോ. ഫ്ലിപ്പ് ഫോൺ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മേടിക്കില്ല. അത് വേ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലിപ്പ് ഫോൺ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക. പിന്നെ ഒരു സംഭവം കുറെ കൺസേൺ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ഡിവൈസിൻ്റെ മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ ചെറുതായിട്ടൊരു വോബ്ലി ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി എൻ്റെ ഡിവൈസിൻ്റെ മാത്രമായിരിക്കാം ഈ ഒരു സാധനം. അതൊന്നും എനിക്ക് സാംസങ്ങിൻ്റെ ഫ്ലിപ്പിലൊന്നും കിട്ടിയിട്ടില്ല. അഗൈൻ ഫ്ലിപ്പ് ഇതിൻ്റെ ഇരട്ടി വിലയുള്ളൂ. സോ ഗൈസ് ഇറ്റ്സ് Sri here. Talk to you guys later. Love you.